ഭാര്യാദോഷം വരുന്ന പുരുഷന്റെ ലക്ഷണം ജാതകത്തിൽ ഭാര്യയ്ക്ക് ദോഷം വരുമെന്നുള്ളത് പുരുഷന്റെ ജാതകം നോക്കിയാൽ അറിയാം. ശുക്രന്റെ 4, 8 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കാം. ശുക്രൻ എന്താണ്? നല്ല ഗ്രഹമാണ്. അതിന് 4, 8 പാപഗ്രഹങ്ങൾ നിൽക്കാം. ശുക്രന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതിരിക്കാം. ലഗ്നാൽ 5, 7, 9 ഭാവങ്ങളിൽ ആദിത്യ ശുക്രന്മാർ ഒരുമിച്ച് നിൽക്കാം. ശുക്രന് ആദിത്യന്റെ യോഗം വരാം. കന്നി രാശി ലഗ്നമായിട്ട് വരാം. അവിടെ ആദിത്യന് നിൽക്കാം. മീനത്തിലെ ശനി നിൽക്കാം. മീനം എന്ന് പറയുന്നത് ആരാണ്? വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അവിടെ ശനി നിൽക്കാം. 7ാം ഭാവാധിപൻ 5ൽ പോയി നിൽക്കാം. 5ാം ഭാവാധിപൻ 7ൽ പോയി നിൽക്കാം. 7ാം ഭാവം വൃശ്ചികൻ രാശിയാവുക. അവിടെ ശുക്രൻ നിൽക്കാം. ഇങ്ങനെയൊക്കെ സ്ത്രീയുടെ ജാതകത്തിലുണ്ടെങ്കിൽ പുരുഷൻ എന്തുണ്ടാവാം? ദോഷം ഉണ്ടാവാം. 7ാം ഭാവം ഇടവൻ രാശിയാവുക. അവിടെ പോയിട്ട് ആര് നിൽക്കുക? ബുധൻ നിൽക്കാം. ചന്ദ്രന് ശനിയും 7 നിൽക്കുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീയുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് പുരുഷന് ദോഷമാണ്. അപ്പോൾ പുരുഷന് ദോഷമാവുന്ന സ്ത്രീയുടെ ജാതകം ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന് ദോഷമാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ വിവാഹം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യുക. അല്ല അങ്ങനെയുള്ള ജാതകങ്ങൾ വരുമ്പോൾ നമ്മൾ ജാതകങ്ങൾ എടുക്കാതിരിക്കുക. സ്ത്രീയുടെ ജാതകത്തിൽ ഇങ്ങനെ ദോഷങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജാതകങ്ങൾ കൂട്ടിച്ചേർത്ത് വിവാഹം കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് പരിഹാരം ചെയ്യാവുന്നതാണ്.